പഠിപ്പീര് സ്വയംഭരണ കാര്യമല്ല. ഞാൻ മാറ്റണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഹലോ പ്രസിഡന്റ് പറയട്ടെ, എന്താ പറയണ്ട? ഞാൻ ഒരു കാര്യം പറയാണ്. നിങ്ങളിത് നമ്മൾ ഓരോ പ്രാവശ്യം മീറ്റിംഗ് വിളിക്കും, നമ്മൾ വരും, നമ്മൾ കൂടി ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കും, അതൊന്നും നടക്കില്ല. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. നമ്മൾ പുറത്തുള്ള ഒരുപാട് കറപ്ഷൻസ് കണ്ടതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു, ടീച്ചർമാരുടെ അടുത്ത് പറഞ്ഞു, മാഷുമാരുടെ അടുത്ത് പറഞ്ഞു. ഒന്നും നിങ്ങൾ ഒരു തീരുമാനം എടുക്കില്ല. പിന്നെ ഇവിടെ സ്കൂളിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഫാൻ ഇല്ല പറഞ്ഞു. ഞാൻ എല്ലാവർക്കും ഇവിടെ ക്ലാസ്സിൽ ഫാൻ ഇട്ട് കൊടുത്തു ഇല്ലേ. പൈപ്പിലെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു, പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴിച്ചു പോണു പറഞ്ഞു, അത് ശരിയാക്കി നമ്മൾ എല്ലാ പൈപ്പ് ഇട്ട് എല്ലാം ക്ലിയർ ചെയ്തു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം എന്തോ കുറ്റം കണ്ട് പറയുന്ന പോലെയാണ് നിങ്ങൾ. അത് ശരിയല്ല. എനിക്കത് ഭയങ്കര വിഷമമുണ്ട്. എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഇതേപോലെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ വേറെ ആളെ വേറെ ആളെ ചെയ്തത് തന്നെയാണ്. പിന്നെ ആവശ്യമില്ലാതെ മാഷേ അതെ അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മീറ്റിംഗ് കൂടുന്നത് ഇത്ര അത്യാവശ്യമാണോ? ഞങ്ങൾക്ക് അവിടെ ക്ലാസ് എടുക്കാനുള്ള സമയമാണ്, ഇവിടെ വിലപ്പെട്ട സമയമാണ്, ഇവിടെ വന്നിട്ട് ഞങ്ങൾ കളയണത്. മുമ്പൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ കൊല്ലത്തിൽ ഒരിക്കൽ. ഇത് മാസത്തിൽ 2-3 മീറ്റിംഗ് ഒക്കെയാണ്. ഞാൻ ഈ മീറ്റിംഗ് വേണം പറയുന്നത് എനിക്ക് ഒരു ലാഭത്തിനല്ല. ആണോ? അല്ലല്ലോ. ഇത് അടച്ചാക്ഷേപിക്കരുത്. ഒരാളുടെ ആത്മാർത്ഥതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് മൂപ്പരി കണ്ട ചെലവൊക്കെ ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു മര്യാദ വാക്ക് നമ്മൾ പറയുന്നതിന് പകരം വെറുതെ മക്കാണുണ്ടാക്കാന്നുള്ളത്. സാറിന്റെ വർത്താനം കേട്ടപ്പോ തോന്നുന്നു ഞങ്ങളൊന്നും ഒന്നും ചെയ്യണില്ല. ഞങ്ങൾ വെറുതെ വന്നിരിക്കുകയാണ്. രാവിലെ ഒന്നും വേണ്ട. ഞാൻ അന്ന് വന്നില്ല, നമ്മൾ തെരഞ്ഞെടുത്തില്ലേ, തെരഞ്ഞെടുത്ത് അന്ന് ഞാൻ പറഞ്ഞതാണ് എനിക്ക് കഴിഞ്ഞ വർഷത്തെ അതിന്റെ ഓഡിറ്റ് ചെയ്തിട്ടുള്ള കണക്കെല്ലാം കാണിക്കണം. നിങ്ങൾ എന്നെ കാണിക്കട്ടെ. അല്ല, അത് ഇന്ന് വരെ കാണിച്ചിട്ടില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ പ്രസിഡന്റ്, അത് എന്റെ കുറ്റമല്ല. അത് മണ്ടോദരി മേഡാണ് അത് നോക്കണം. മണ്ടോദരി മേഡം 3 ദിവസം ലീവായി. നടുവേദന വന്നാ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ മാസങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും നിങ്ങൾക്ക് ആ 3 ദിവസത്തെ നടുവേണ്ട കാര്യം പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കണക്ക് കൊടുക്കാത്തത്. ഇതൊക്കെ ഭയങ്കര മര്യാദ. നമ്മൾ ചെയ്യേണ്ട കാര്യമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ മീറ്റിംഗ് നടക്കുമ്പോൾ വേണ്ടപ്പെട്ട കാര്യങ്ങളല്ല സംസാരിക്കണം. നിങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഞങ്ങൾ ടീച്ചേഴ്സിന്റെ നെഞ്ഞത്ത് കുതിര കയറാണ്. ഞാൻ പറയട്ടെ ഈ ടീച്ചർമാർ എന്ത് തെറ്റാ ചെയ്ത് അത് പറയുന്നത്. ഇവിടെ നിങ്ങൾ നമ്മളെന്നുള്ള സംഭവം ഇല്ല. ആരാ പറഞ്ഞ അങ്ങനെ? അതെ മാഷേ, നമ്മൾ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കട്ടെ. നമ്മൾ സ്കൂളിന്റെ കാര്യത്തിലേക്ക് വാ. ഈ ജാംബവാന്റെ കാലത്തുള്ള സ്കൂളിലെ ബെഞ്ചും ഡെസ്കും ഒക്കെ കൈയും കാലും ഒടിഞ്ഞ് കിടക്കണേന്ന് പ്രസിഡന്റ് വീട്ടിൽ ഞാൻ വന്ന് പരാതി പറഞ്ഞാ, എന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം അതിലുണ്ടായിട്ടുണ്ടാ? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ 3-4 പിള്ളേരുടെ കാലിലാണ് ബെഞ്ചൊടിഞ്ഞ് വീണ് മുട്ടുപൊട്ടിയത്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയാ, എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കിയാ നിങ്ങൾ അത് പറ. അല്ലാതെ നമ്മളൊന്നും പറയാൻ നിൽക്കല്ലേ. അല്ല, ആ കുട്ടീനെ നമ്മൾ ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ടല്ലോ. അതെ പ്രസിഡന്റ്, ഈ പ്രസിഡന്റ് കാശ് ചെലവാക്കി ഇവിടെ കംപ്ലൈന്റ് ആയ പൈപ്പൊക്കെ മാറ്റിയല്ലോ. അപ്പോ കുറച്ച് കാശൂടെ ചെലവാക്കി കംപ്ലൈന്റ് ആയ ടീച്ചർമാരെ ഒന്ന് മാറ്റാൻ പറ്റുമോ? നിങ്ങളുടെ തമാശയൊക്കെ കൊള്ളാം, പക്ഷെ ഞങ്ങൾ ടീച്ചേഴ്സ് ഇവിടെയുള്ള കുട്ടികളോട് എങ്ങനെയാ ബിഹേവ് ചെയ്യണേന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ കുട്ടിയോട് ചോദിക്കൂ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഈ കാര്യമായിട്ട് ഒരു കാര്യം സംസാരിക്കുന്ന ഇടയിൽ ഇങ്ങനെ തമാശ കൊണ്ടുവരരുത്. ബിഹേവിംഗ് ഒക്കെ ഇവിടെ തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. അതെ അങ്ങനെ അടച്ചാക്ഷേപിക്കണ്ട. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ സമയവും നമുക്ക് എല്ലാ കുട്ടികളും ഒരേപോലെ നോക്കാനൊന്നും ടീച്ചേഴ്സിനും ഇല്ല. കുറെ നമ്മൾ പാരന്റ്സ് ആയി മനസ്സിലാക്കണോ? ഇപ്പോ നോൺ ഫീഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുക്കണം പറഞ്ഞു, നിങ്ങൾ തെരഞ്ഞെടുത്തില്ല. ഇത് ആരുടെ കുറ്റം? എന്റെ കുറ്റാണ്. ഇപ്പോ അവരുടെ പേരെന്താ? ശ്യാമള ടീച്ചർ. ഫുഡിന്റെ ചാർജ് അവർക്കാണ് പറയുന്നു. പിന്നെ എന്റെ വീട്ടിൽ രാവിലെ ആളുകൾ വന്നിട്ട് പരാതിയാണ്, പയറ് കൊണ്ടുപോകണു, മുട്ട കൊണ്ടുപോകണു പറഞ്ഞിട്ട്. എന്താണിത്? അത് പിന്നെ ടീച്ചർ ചാർജ് എടുത്ത കാലം തൊട്ട് വീട്ടു സാധനം കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ലെന്നേ. പിന്നെ എങ്ങനെ പരാതി? നമ്മളൊന്നും ഇനി പറയണ്ട. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറേ നാളായി ഞാൻ കേൾക്കണു ഞാൻ മുട്ട കൊണ്ടുപോകണു, പയറ് കൊണ്ടുപോകണം എന്നൊക്കെ. ഇതൊന്നും ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയതൊന്നുമല്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ആവശ്യവുമില്ല. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ 2 അനാഥ കുട്ടികളുള്ള കാര്യം? അവരെങ്ങനെ കഴിയണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടില്ല. അതിനൊക്കെ നാണക്കേട് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഓർത്താൽ ഞാൻ ഒന്നും പറയാതിരുന്നത്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ മാഷിനോട് രഹസ്യമായിട്ട് പറഞ്ഞുതരാം അതാരാന്ന്. എനിക്കിതിന്റെ ആവശ്യമില്ല മാഷേ. അല്ല ടീച്ചർ, അത് വിഷമിക്കേണ്ട കാര്യമില്ല. ടീച്ചർക്ക് ഇത് എന്തെങ്കിലും നമ്മളടുത്തൊന്ന് റൂമിൽ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ കരയണ്ട കേട്ടോ. ഹലോ, സാറേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ കുട്ടികളൊക്കെ വീണ് കയ്യും കാലും പൊട്ടണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ലാബ് കൂടെ ആവശ്യമല്ലേ? ഇവിടെ ലാബ് ഉണ്ടല്ലോ. ഇവിടെ ഫിസിക്സ് ലാബും കെമിസ്ട്രി ലാബൊക്കെ ഇല്ലേ ടീച്ചറെ? കമ്പ്യൂട്ടർ ലാബും ഉണ്ട്. അല്ല, വീണ് കയ്യും കാലൊക്കെ പൊട്ടുമ്പോ പരിശോധിക്കാനായിട്ടേ. അതെ, നിങ്ങൾ ഈ ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങളുടെ ആക്ഷേപിക്കണ്ട.
അല്ല നിങ്ങളുടെ കുട്ടികൾ വിഴുന്നു കഴിഞ്ഞാൽ വെക്കാൻ മരുന്ന് മങ്ങണി എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടോ? ഉണ്ടല്ലോ. എന്തുണ്ട്? ഹെൽത്ത് കോർണർ ഉണ്ട് ഇവിടെ. ആ കോർണറിന്റെ കാര്യമൊന്നും പറയണ്ട. കഴിഞ്ഞ ആഴ്ച എന്റെ ചെക്കൻ ഈ ഗ്രൗണ്ടിൽ കളിച്ച വീഴുന്ന് കാല് മുട്ടുമുറിഞ്ഞിട്ടുണ്ടല്ലോ. മരുന്ന് വെച്ച് കൊടുക്കാനായിട്ട് ഇവിടെ ആരും തയ്യാറായിട്ടില്ല. അങ്ങനെ പറയരുത്, കാര്യം അറിയാതെ പറയരുത്. നിങ്ങളുടെ കുട്ടി ഗ്രൗണ്ടിൽ ഓടി കളിക്കുമ്പോ മുട്ടു കുത്തി വീണ് പൊട്ടിയപ്പോ ആ മുറിയിൽ ഞാനാണ് കമ്മ്യൂണിസ്റ്റ് അപ്പൊ പിഴിഞ്ഞ് ചാറ് വെച്ച് കെട്ടിയത്. സത്യം. കമ്മ്യൂണിസ്റ്റ് വച്ചെന്ന് പറഞ്ഞ് വെച്ചാണ്ടല്ലോ ചൊറിയണായിരുന്നു. ചൊറിയണം ആ ചെക്കനുണ്ടല്ലോ ചൊറിഞ്ഞു പൊട്ടി ഞാൻ ആശുപത്രി കൊണ്ട് എനിക്ക് 3000 രൂപ ചെലവായി. എടോ സ്കൂളിൽ ഞാൻ സയൻസ് മാഷൊന്നല്ല. ഇല വെച്ച് കെട്ടിയപ്പോ ചിലപ്പോ ഇല മാറി ഉണ്ടാവും. പക്ഷേ